സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് വരുന്ന രണ്ടാമത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയാണ് കേട്ടോ ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഓക്കെ, ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ് എന്നുള്ളതാണ്. അതായത് ഒരു പേഴ്സന്റെ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുറ്റവിചാരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഇതിൽ 3 തരത്തിലുള്ള നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് 3 ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒരു ഒഫൻസ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഒഫൻസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള ലോസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന 21 പറയുന്ന എക്സ് പോസ്റ്റ് ഫാക്ടോ ലോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്ത സമയത്ത് അത് കുറ്റമല്ല, പക്ഷെ പിന്നീട് നിയമം മാറി അത് കുറ്റമായി കഴിഞ്ഞപ്പോൾ ഈ പേഴ്സണെ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു നിയമം പുതിയതായിട്ട് കൊണ്ടുവരുന്നു. ആ പുതിയ നിയമം കൊണ്ടുവരുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ടുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശിക്ഷ വിധിക്കാൻ പാടുള്ളൂ. ഇതിനു മുന്നേ ആ കുറ്റം ചെയ്ത സമയത്ത് അത് നിയമമല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ കുറ്റം ചെയ്ത വ്യക്തികളെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ചുമ്മാ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ സപ്പോസ് ചെയ്യാവുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇതൊരു ഒറിജിനൽ കേസ് ഒന്നുമല്ല. ഇപ്പൊ നമുക്ക് പറയാം, ഇവിടെ ഇപ്പൊ ഒരു റേപ്പ് നടത്തി, ഇല്ലെങ്കിൽ ഒരു റേപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ ആ ഒരു പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പം അതാണ് പുതിയതായിട്ട് കൊണ്ടുവന്ന നിയമം. ഏതൊരു വ്യക്തിയും റേപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ റേപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രതിയാക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ തെളിവ് സഹിതം അത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്താണെന്ന് അറിയാലോ അല്ലെ? നമുക്ക് തൂക്കുകയറ് നൽകുക എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. അത് ഈ വർഷം ജനുവരിയിലാണ് കൊണ്ടുവന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനുവരിക്ക് മുൻപ് റേപ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, തൂക്കിക്കൊല്ലാൻ പാടില്ല. പക്ഷെ ജനുവരിക്ക് ശേഷം എന്ത് ചെയ്യുക, ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മാത്രമേ ഈ നിയമം ബാധകമാകത്തുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത് എന്താണെന്ന്? മുൻകാല പ്രാബല്യത്തോടു കൂടിയല്ല നിയമങ്ങൾ എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത ഒരു കേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷ വിധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തേത് ഡബിൾ ജിയോപാഡിയാണ്. ഡബിൾ ജിയോപാഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തന്നെ ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി ആ വ്യക്തി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, എന്നാൽ അതിന് കുറച്ചു അളവ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ അതേ തെറ്റിന് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല. ഒരേ കുറ്റത്തിന് ഒരാളെ 2 തവണ വിചാരണ ചെയ്യുവാനോ അല്ലെങ്കിൽ ശിക്ഷിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് ഡബിൾ ജിയോപാഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തേത് സെൽഫ് ഇൻക്രിമിനേഷൻ ആണ്. അതായത് സ്വയം കുറ്റം സമ്മതിക്കാൻ എന്ത് ചെയ്യല്ല, നിർബന്ധിക്കരുത്. നമ്മൾ ചിലരോട് പറയത്തില്ല, നിർബന്ധിച്ച് കുറ്റം സമ്മതിപ്പിച്ചതാണെന്നൊക്കെ കോടതിയിൽ മൊഴി കൊടുക്കാറില്ലേ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള നടപടിയാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. സോ എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം സമ്മതിക്കാൻ വേണ്ടി പ്രതിയെ എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് 23 പറയുന്നത്. പ്രൊഹിബിഷൻ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയും. അപ്പൊ ആദ്യത്തേത് എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ ആണ്. മുൻകാല പ്രാബല്യത്തിൽ മുന്നിൽ നടന്ന ഒരു തെറ്റിന് പിന്നീട് കൊണ്ടുവരുന്ന നിയമം അനുസരിച്ചിട്ടുള്ള ശിക്ഷ വീണ്ടും നൽകാൻ പാടില്ല. രണ്ടാമത്തെ ഡബിൾ ജിയോപാഡിയാണ്. ഒരേ വ്യക്തിയെ ഒരേ കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്തേത് ഒരു വ്യക്തിയെ സ്വയം കുറ്റം സമ്മതിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല. ക്ലിയർ ആയോ? മൂന്നും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് ആർട്ടിക്കിൾ 21 ആണ്. ഇതും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്.
പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ളതാണ് അല്ലെ. അതായത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, ഇല്ലെങ്കിൽ എന്താണ്, നമുക്കൊരു പേഴ്സണൽ ലിബർട്ടി ഉണ്ടാവണം എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ. നമുക്ക് എപ്പോഴും എന്താണ്, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവണം, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, എന്താണ്, നമ്മുടെ ജീവന് ഒരു സംരക്ഷണവും ഉണ്ടാകണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി ഞാനിപ്പോ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ 20യും അതുപോലെ തന്നെ 21 ഈ രണ്ട് ആർട്ടിക്കിൾസിനും വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട് അല്ലെ. ഈ എമർജൻസി സമയത്ത് നിലനിൽക്കുന്ന രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ മാത്രമാണുള്ളത്. അത് ആർട്ടിക്കിൾ 20യും ആർട്ടിക്കിൾ 21 ആണ്. ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എമർജൻസി സമയത്ത് സസ്പെൻഡ് ചെയ്യും. പക്ഷെ 20യും 21 മാത്രമാണ് എമർജൻസി സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്ത രണ്ട് ആർട്ടിക്കിൾസ് മാത്രമാണ് ഉള്ളത്, 20 ആൻഡ് 21. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ക്ലിയർ ആയോ? അടുത്ത ആർട്ടിക്കിളിലോട്ട് പോകട്ടെ. ഓക്കെ, 22ലേക്ക് പോകാം. 22 നമ്മൾ പറയുന്നത് അറസ്റ്റിനെ കുറിച്ചും ഡിറ്റൻഷനെ കുറിച്ചുമാണ് പറയുന്നത്. അറസ്റ്റ് എന്താ നിങ്ങൾക്കറിയാം. ഡിറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം. 20-21 ആണോ പറയേണ്ടത്? എമർജൻസിയുടെ കാര്യമാണോ പറയേണ്ടത്? ഓക്കെ. അതായത് ഈ 20-21 ആർട്ടിക്കിൾ 20 ആൻഡ് 21 ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ എമർജൻസി, അതായത് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യും. പക്ഷെ 20യും 21 സസ്പെൻഡ് ചെയ്യില്ല. എമർജൻസി ടൈമിൽ നിലനിൽക്കുന്ന രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ, 20യും 21. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി 22ലേക്ക് പോയി കഴിഞ്ഞാൽ അറസ്റ്റിനെ കുറിച്ചും തടങ്കലിനെ കുറിച്ചുമാണ് പറയുന്നത്. നമുക്ക് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് പ്യൂണിറ്റീവ് ആണ്, രണ്ടാമത്തേത് പ്രിവെന്റീവ് ആണ്. എന്താ പ്യൂണിറ്റീവ് എന്ന് വെച്ചാൽ? പ്യൂണിറ്റീവ്, പ്രിവെന്റീവ് കേട്ടിട്ടുണ്ടോ? പ്യൂണിറ്റീവ്, പ്രിവെന്റീവ് എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്യൂണിറ്റീവ്, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ, പ്യൂണിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, പ്രിവെന്റീവ് കരുതൽ തടങ്കലാണ്. പ്യൂണിറ്റീവ് എന്ന് വെച്ചാൽ കുറ്റം ചെയ്തതിന് ശേഷം തടങ്കലിൽ വെക്കുന്നതിനെയാണ് നമ്മൾ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുക. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഭാവിയിൽ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ട് തടങ്കലിൽ വെക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ CID മൂസയൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഹരിശ്രീ അശോകനെ എന്താ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ജയിലിലിടുന്ന കണ്ടിട്ടില്ലേ? തടങ്കലിൽ വെക്കുന്ന കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ കണ്ടിട്ടുണ്ടോ? വോയിസ് ഓഫ് സത്യനാഥനിലെ ഇന്ത്യൻ പ്രസിഡന്റ് വരാൻ സാഹചര്യമുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രിമിനൽസിനെയൊക്കെ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ദിലീപിനെ പ്രിവെന്റീവ് ഡിറ്റൻഷന് കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? സോ അതായത് ആ വ്യക്തി കുറ്റം ചെയ്തേക്കാം എന്ന ഉള്ള അസംഷനിൽ എന്ത് ചെയ്യണം? കരുതൽ തടങ്കലിൽ വെക്കുകയാണ്. പക്ഷെ അങ്ങനെ കരുതൽ തടങ്കലിൽ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ആ വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഇൻഫോം ചെയ്യണം. പിന്നെ രണ്ടാമത്തേത്, അദ്ദേഹത്തിനുള്ള ലോയറിനെ അദ്ദേഹത്തിന്റെ ചോയ്സിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. മൂന്നാമത്തേത്, അങ്ങനെ കരുതൽ തടങ്കലിൽ എടുക്കുന്ന വ്യക്തിയെ 24 hours മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ക്ലിയർ ആയോ? 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, എന്ത് അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയെ കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുന്നത് എന്ന് ആ വ്യക്തിയെ അറിയിച്ചിരിക്കണം. രണ്ടാമത്തേത്, അദ്ദേഹത്തിനുള്ള ലോയറിനെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. മൂന്നാമത്തേത്, കസ്റ്റഡിയിൽ എടുത്ത് 24 hours
മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തിനെ ഹാജരാക്കിയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ 22 രണ്ട് തരത്തിലുള്ള ഡിറ്റൻഷനെ കുറിച്ച് പറയുന്നു. പ്യൂണിറ്റീവ്, നോർമലി നമ്മൾ ചെയ്യുന്ന കോർട്ടിലെ ട്രയൽ ഒക്കെ കഴിഞ്ഞിട്ട് ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിയിച്ചു കഴിയുമ്പോൾ തടങ്കലിൽ വെക്കുന്നതിനെയാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുക. രണ്ടാമത്തേത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണ്. കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളെ അടിയന്തര സാഹചര്യങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുക. അതിന് 3 ഗ്രൗണ്ട്സ് ആണ് ഉള്ളത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തതിലേക്ക് പോകാം. ഓക്കെ. ഇനി അതിന്റെ ഒരു കാര്യത്തിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു 24 അവേഴ്സിൽ മജിസ്ട്രേറ്റിനെ കാണിക്കണം. 24 അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ആ വ്യക്തിയെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പൊ അത് ഹോളിഡേയ്സ് ആണെങ്കിൽ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നാലും നോർമലി നമ്മൾ ബൈ റൂൾ അനുസരിച്ചിട്ട് പറയുക 24 അവേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, പക്ഷെ ഒരു കാര്യം പഠിക്കുക. ഈ ആർട്ടിക്കിൾ 21 റിലേറ്റ് ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസാണ് മേനകാ ഗാന്ധി കേസ് എന്ന് പറഞ്ഞാൽ 1978 മേനകാ ഗാന്ധി പാസ്പോർട്ട് ഇഷ്യൂ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് മേനകാ ഗാന്ധി കേസ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ആർട്ടിക്കിൾ 21 കുറിച്ച് പ്രതിപാദിക്കുന്ന കേസ് ഏതാണ് ചോദിക്കാറുണ്ട്. സോ മേനകാ ഗാന്ധി കേസാണ് 1978. നമ്മൾ കേസസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം കൂടുതലൊന്നും പറയാത്ത. ഈ കേസുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിപ്പോ ലൈഫിന്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ നമുക്ക് റൈറ്റ് ടു ഡെത്ത് ഇല്ല. ഇന്ത്യയിൽ റൈറ്റ് ടു ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അത് ഓർത്ത് വെച്ചോണം. അതുകൊണ്ടാണ് നമ്മൾ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് സൂയിസൈഡ് സക്സസ് ആയില്ല എങ്കിൽ നമുക്കെതിരെ കേസ് വരുന്നത്. സൂയിസൈഡ് സക്സസ് ആയാൽ അതിന് കാരണക്കാരായവർക്കെതിരെ വരും. സക്സസ് ആയില്ലെങ്കിൽ നമുക്കെതിരെ കേസ് വരത്തില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസ് വരുന്നത് കണ്ടിട്ടില്ലേ? അതറിയാലോ അല്ലേ? അങ്ങനെ ഒരു കണ്ടീഷനുള്ള കാര്യം അറിയാലോ അല്ലേ? അതിന്റെ കാരണം എന്താണ്? റൈറ്റ് ടു ഡെത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ലീഗൽ അല്ല. പക്ഷെ വെരി റീസെന്റ് ഒരു കാര്യം ഇവിടെ നടന്നല്ലോ. എന്തായിരുന്നു വെരി റീസെന്റ് നടന്നത്? ഒരു 2 or 3 വീക്സിന് മുമ്പ് ഒരു കാര്യം ഇവിടെ നടന്നല്ലോ. എന്തായിരുന്നു അത്? യുത്തനേഷ്യ അല്ലേ? അതായത് മേഴ്സി കില്ലിങ് ലീഗലൈസ് ചെയ്തു അല്ലേ? ഹരീഷ് റാണ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയെ എന്ത് ചെയ്തു? 14 വർഷമായിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പം മേഴ്സി കില്ലിങ്ങിന് അനുമതി കൊടുത്തു. അത് ലീഗലൈസ്ഡ് ആയി. അതുവരെ അത് ലീഗലൈസ്ഡ് ആയിരുന്നില്ല, ഇപ്പോഴത് ലീഗലൈസ്ഡ് ആക്കി അല്ലേ? പക്ഷെ ഇപ്പോഴും റൈറ്റ് ടു ഡെത്ത്, മേഴ്സി കില്ലിങ് ഓക്കെയാണ്, പക്ഷെ റൈറ്റ് ടു ഡെത്ത് അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ആയിട്ട് നമ്മളെ ഇല്ലാതാക്കാനുള്ള റൈറ്റ് ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ല. ക്ലിയർ ആയല്ലോ? ഇത് ചോദിക്കാം. റൈറ്റ് ടു ഡെത്ത് ആർട്ടിക്കിൾ 21 ഭാഗമാണോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിൽ നിലനിൽക്കുന്ന റൈറ്റ് ആണോ എന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് വന്നില്ല, അമെൻമെന്റ് വന്നതാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അതായത് ആർട്ടിക്കിൾ 21A പ്രകാരം എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സൗജന്യമായുമുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എലമെന്ററി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്ന. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അല്ല കേട്ടോ, ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അല്ല. നമ്മൾ 10th ക്ലാസ് വരെയുള്ള സ്റ്റഡീസിനെ കുറിച്ചാണ് പറയുന്നത്. ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സോ 6 to 14 years വരെ എന്ത് ചെയ്യണം? കമ്പൽസറി ആണ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2002 വഴിയാണ്. ഇതുവഴി വേറെ എവിടെയൊക്കെ ഒരു ചേഞ്ച് വന്നായിരുന്നല്ലോ, നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? എവിടെയാണ് വേറെ എവിടെ ചേഞ്ച് വന്നത്? ഈ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് വഴി നമ്മൾ ഒരു ചേഞ്ച് എവിടെയോ പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2002 കാര്യം നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞില്ലായിരുന്നു? എവിടെയാ പറഞ്ഞത്?
ഈ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴി കോൺസ്റ്റിറ്റ്യൂഷന്റെ വേറെ എവിടെയൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ എവിടെയാ വന്നിട്ടുള്ളേ? വേറെ എവിടെയാ ചേഞ്ച് വന്നിട്ടുള്ളേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വന്നിട്ടുണ്ട് അല്ലെ. ആക്ച്വലി അതും ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയുള്ളേ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ അല്ലെ. 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ആഡ് ചെയ്തത് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഒരു പ്രൊവിഷനാണ് അല്ലെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സൗജന്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകണം എന്നുള്ളൊരു 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് സർദാർ സൊറൻ സിംഗ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വഴി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സോ ഇത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളുക. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2002 ഇത് BJP ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത് കേട്ടോ. അത് ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. BJP ഗവൺമെന്റിലെ എന്താണ് വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് കൊണ്ടുവരുന്നതെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് 23 and 24 ആണ്. എന്താണ് 23 and 24 പറയുന്നത്? ആർട്ടിക്കിൾ 23 and 24 എന്താ പറയുന്നത്? നമുക്ക് ബേസിക് ആയിട്ടൊരു ഹെഡിങ് ഇല്ലേ, എന്തായിരുന്നു അത്? ബേസിക് ഹെഡിങ് എന്താ? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലേ. ഇനി ഓരോ ആർട്ടിക്കിളിലും എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ചൂഷണമാണ് അല്ലെ. ചൂഷണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 23 പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനാണ്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇത് മുഴുവനൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഒരു കീവേഡ് മാത്രം പഠിച്ചു കേട്ടോ. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബറിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? ഹ്യൂമൻ ട്രാഫിക്കിംഗ് മനുഷ്യക്കടത്താണ് അല്ലെ. ഓക്കെ, മനുഷ്യക്കടത്താണ്. അതുപോലെ നിർബന്ധിതമായിട്ട് എന്ത് ചെയ്യുക? ഫോഴ്സ്ഡ് ലേബർ, ജോലി ചെയ്യിപ്പിക്കുന്നത്. ഇത് രണ്ടുമാണ് ആർട്ടിക്കിൾ 23 പറഞ്ഞത്. ഇതിന്റെ രണ്ടിന്റെയും പ്രൊഹിബിഷൻ, ഇത് രണ്ടും നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആർട്ടിക്കിൾ 23 1 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്? നിങ്ങൾ ആ കീവേഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആർട്ടിക്കിൾ 24 എന്താ പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സമയമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല? ഡേഞ്ചറസ് ആയിട്ടുള്ള ഒക്കുപേഷൻ ഒന്നും ചെയ്യിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഈ പടക്ക കമ്പനികൾ ഇല്ലെങ്കിൽ ഫാക്ടറികൾ, മൈൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒക്കുപേഷൻസ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് തടയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ, അതില് ചില കാര്യങ്ങളൂടെ 24 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, ഈ മനുഷ്യനെ നമ്മൾ ഈ സ്ലേവ്, പണ്ടൊക്കെ സ്ലേവുകളെ വിൽക്കുന്ന ഒരു പരിപാടിയില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ സ്ലേവുകളെയൊക്കെ വിൽക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങൾ ദയ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? മഞ്ജു വാര്യരുടെ, കുറെ പഴയതാ, കുറച്ചധികം പഴയതാ, കണ്ടിട്ടുണ്ടോ? അതില് ഈ പറയുന്നത് പോലെ എന്താണ് വിൽക്കുന്നതാണ് അല്ലെ, ഒരു കമ്മോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് ആയിട്ട് ഹ്യൂമൻ ബീയിങ്ങിനെ വിൽക്കുകയാണ് അല്ലെ. മെൻ, വിമൻ, ചിൽഡ്രൻ ഇവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? കമ്മോഡിറ്റി ആയിട്ട് വിൽക്കാനോ വാങ്ങിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് അല്ലെ. പണ്ടതുണ്ടായിരുന്നു അല്ലെ, ഈ സെല്ലിംഗ് ഓഫ് സ്ലേവ്സ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നടത്താൻ പാടില്ല. പിന്നെ രണ്ടാമത്തത് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആണ്. എന്താണ് ഇമ്മോറൽ ട്രാഫിക് എന്ന് വെച്ചാൽ? ഇമ്മോറൽ ട്രാഫിക് എന്ന് വെച്ചാൽ എന്താ? ഇമ്മോറൽ ട്രാഫിക് എന്ന് വെച്ചാൽ എന്താ? ഇല്ലീഗൽ സെക്ഷൽ ആക്ടിവിറ്റീസ് ആണ് അല്ലെ. അത് ഇങ്ങനെ മണി വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ സെക്ഷൽ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ ഇപ്പം ഓക്കെ, അത് ലീഗലൈസ്ഡ് ആണ്. സെക്ഷൽ വർക്കേഴ്സിന് ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ മോണിറ്റൈസ് ചെയ്യുമ്പോഴാണ്
അത് കേസ് ആകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഇന്ത്യയിൽ തെറ്റില്ല. പക്ഷെ അതിൽ മോണിറ്റൈസ്, അതായത് ഒരു സിംഗിൾ പേയ്മെന്റ്, ഇപ്പൊ 1 രൂപയാണെങ്കിൽ 1 രൂപയാണെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് അവിടെ ഇല്ലീഗൽ ആവുന്നത് കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ട് ഞാൻ സെക്ഷൽ ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ കേസ് ഉണ്ടാവില്ല. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പോ എന്താണ് ഇല്ലീഗൽ സെക്ഷൽ ആക്ടിവിറ്റീസ് തടയുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഈ സെക്ഷൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആളുകളെ വാങ്ങാനോ വിൽക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഈ റേപ്പ് ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബലമായിട്ട് അല്ലെങ്കിൽ എന്താണ് അവരെ ചീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ പാടില്ല. പിന്നെ ബ്രോത്തൽസ്, എന്താ ബ്രോത്തൽസ് എന്ന് വെച്ചാല്, ബ്രോത്തൽസ് കേട്ടിട്ടുണ്ടോ? എന്താ ബ്രോത്തൽ എന്ന് വെച്ചാല്? ബ്രോത്തൽസ് എന്ന് വെച്ചാൽ വേശ്യാലയങ്ങളാണ് അല്ലെ. അത്തരത്തിലുള്ളവയൊന്നും നടത്താൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇങ്ങനെ ഇതിലേക്ക് ഈ സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവോൾവ് ചെയ്യിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബി എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നത്. ഇമ്മോറൽ ട്രാഫിക്കിംഗ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. ഇനി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആണ് അല്ലെ, ദേവദാസീസ് എന്നുള്ള, കേട്ടിട്ടില്ലേ? എന്താ ദേവദാസീസ് എന്ന് വെച്ചാലും? ദേവദാസീസ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദേവദാസീസ്, ദേവദാസി സിസ്റ്റം കേട്ടിട്ടുണ്ടോ? എന്താ ദേവദാസി സിസ്റ്റം എന്ന് വെച്ചാല്? കേട്ടിട്ടുണ്ടോ? എന്താണ് ദേവദാസി സിസ്റ്റം എന്ന് വെച്ചാല്? അതായത് ഏതെങ്കിലുമൊക്കെ ഒരു അമ്പലത്തിന്റെ ഇല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ദേവാലയത്തിന് ഈ പെൺകുട്ടികളെ സമർപ്പിച്ചിട്ട് അവർ ദൈവത്തിന്റെ ദാസികളായിട്ട് തുടരണം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനമാണ് അല്ലെ. പിന്നെ സ്ലേവറി ആണ്. സ്ലേവറി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, അടിമ കച്ചവടം അല്ലെങ്കിൽ അടിമത്വം എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 24ന്റെ അണ്ടറിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 23 and 24 ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് 25 to 28 ആണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് അല്ലെ. ഇതും നിങ്ങൾ ഇത് മുഴുവനൊന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കീ ടേംസുകൾ ഓർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. കീ ടേംസ് ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അല്ലാതെ ഫുൾ ഒന്നും പഠിക്കണം, ഈ സെന്റൻസ് അതേപടി ഒന്നും പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സോ നിങ്ങളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 25 ആണ്. ഇതിൽ പറയുന്ന ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് പേഴ്സണൽ റിലീജിയൻ. അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. അതായത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കുവാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെന്താണ്, പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ മൊറാലിറ്റി, ഹെൽത്ത്, ഇവയ്ക്കൊക്കെ വിധേയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പാടില്ല, നിർബന്ധിതമായിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനൊന്നും ഫോഴ്സ്ഫുള്ളി ഇതിനൊന്നും ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇന്ന മതത്തിലെ നിങ്ങൾ വിശ്വസിക്കാറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഫോഴ്സ്ഫുള്ളി അയാളെ ആ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ക്ലിയർ ആയോ? നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് മതം ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ചൂസ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ പേരൻസ് ഇന്ന മതത്തിലാണ് അല്ലെങ്കിൽ ഇന്ന റിലീജിയനിലാണ്, സോ നമ്മളും അത് തന്നെ ഫോളോ ചെയ്യുന്നു. ആ ഒരു പെർസ്പെക്റ്റീവ് ആണല്ലേ വരുന്നത്. ചില ചേഞ്ചസ് ഒക്കെ ചിലരുടെയും കാര്യത്തിൽ വരാറുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ മോഡറേറ്റ് ലിബറലായി അല്ലേ, ആളുകൾ അത്രമാത്രം റിലീജിയൻ ഒന്നും നോക്കുന്നില്ല. നമ്മുടെ പുതിയ ജനറേഷൻ അങ്ങനെ റിലീജിയൻ ഒന്നും നോക്കുന്നില്ല. ഇന്റർ റിലീജിയസ് മാരേജസും ഇല്ലെങ്കിൽ എന്താണ് കൂടുതലും രജിസ്റ്റർ മാരേജസും ഒക്കെ ആയിട്ട് ഈ റിലീജിയൻ വരുന്നത് കൂടുതലും നമ്മുടെ ഈ കല്യാണം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണല്ലോ കൂടുതൽ ഇൻവോൾവ്മെന്റ് വരുന്നത്. ഇപ്പൊ കൂടുതലും എന്താണ് ലീഗലൈസ്ഡ് ആയിട്ടുള്ള പർപ്പസിലേക്ക് ന്യൂ ജനറേഷൻ മാറിയിട്ടുണ്ട് അല്ലെ. റിലീജിയന് കുറച്ചുകൂടെ പ്രാധാന്യം കുറച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിതമായിട്ട് നമ്മളെ ഒരു റിലീജിയനിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൺവേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് നമുക്കൊരു റിലീജിയൻ ചൂസ് ചെയ്യാവുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ചൂസ് ചെയ്യാനുള്ള അധികാരം
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതാണ് 26 പറയുന്നത്. അതുകൊണ്ടാണ് വോളണ്ടിയർ കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺവേർഷൻ നടത്താൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി 26 നോക്കിക്കഴിഞ്ഞാൽ 26 കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. അതായത് ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാനുള്ള റൈറ്റ് ഓരോ റിലീജിയനും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്വന്തമായിട്ടുള്ള റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, എന്താ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഓൺ ചെയ്യാനുള്ള അധികാരം ഓരോ റിലീജിയനും ഉണ്ട്. അതുപോലെ തന്നെ ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് നാഷണൽ ലോസ്, നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും ഓരോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഹിന്ദുസിനാണെങ്കിൽ ടെമ്പിൾസ് ഉണ്ട് അല്ലെ, ക്രിസ്ത്യൻസിനാണെങ്കിൽ ചർച്ച് ഉണ്ട്, മുസ്ലിംസിനാണെങ്കിൽ മോസ്ക് ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതാത് റിലീജിയനിലുള്ളവർ തന്നെയല്ലേ നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നത്. അല്ലാതെ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? സ്റ്റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? എസ് ആണോ? സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? സ്റ്റേറ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ദേവസ്വം അതൊക്കെ വിട്ടേരും കേട്ടോ. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്, ഒരു പർട്ടിക്കുലർ കേസിലല്ല ഞാൻ ചോദിക്കുന്നത്. ചർച്ചിലെ ഒരു കാര്യത്തിൽ സ്റ്റേറ്റ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ദെന്നോ ഓക്കെ, അതാണല്ലേ കൺഫ്യൂഷൻ വന്നത്. ഞാൻ ദേവസ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, അതൊരു സ്പെസിഫിക് കേസാണ്. അത് നമുക്ക് തൽക്കാലം ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത് ലീവ് ചെയ്യാം. നോർമലി എന്താണ്, സ്റ്റേറ്റ് നമ്മുടെ റിലീജിയസ് അഫയേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചർച്ച്, മോസ്ക്, ടെമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താണ്, ഒരു നാഷണൽ ലോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് നിയമമുണ്ട്. മറ്റൊരാൾക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് റിലീജിയസ് അഫയേഴ്സ് നടത്താമെന്നാണ്. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യാം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലഭ്യമായ നിയമങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ റിലീജിയസ് മാറ്റേഴ്സിൽ ആര് ഇടപെടത്തില്ല, സ്റ്റേറ്റ് ഇടപെടത്തില്ല. ക്ലിയർ ആയോ? ആർട്ടിക്കിൾ 26 ക്ലിയർ ആയോ? മതസ്ഥാപനങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ നടത്തുവാനും നിയന്ത്രിക്കാനുമുള്ള അവകാശമാണ് 26 പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത 27 പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചു, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റിന് നമുക്ക് ടാക്സ് ഏർപ്പെടുത്താൻ പാടില്ല. ഇഷ്ടമുള്ള മതം വിശ്വസിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ നികുതി അടയ്ക്കാൻ ആരോടും ആവശ്യപ്പെടാനുള്ള അധികാരം സ്റ്റേറ്റിനില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ഓക്കെ. ഇനി 28 പറയുന്നത് no religious instruction shall be provided in an educational institution run completely by government funds. അതായത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരു പ്രത്യേക മതം എന്ത് ചെയ്യാൻ പാടില്ല, ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റിലീജിയന്റെ അണ്ടറിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ്ലി ഫണ്ടഡ് ബൈ ഗവൺമെന്റ് ഫണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ യാതൊരു തരത്തിലുള്ള റിലീജിയസ് ആക്ടിവിറ്റീസും പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂൾസ്, ഗവൺമെന്റ് കോളേജസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്റ്റേറ്റിൽ നിന്നും എയ്ഡ് ലഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടല്ലോ എന്നല്ലേ, അവിടെ എന്താ കുർബാനകളൊക്കെ നടത്താറുണ്ട്, ഇല്ലെങ്കിൽ അവിടെ പ്രേയേഴ്സ്, വെള്ളിയാഴ്ചകളിലൊക്കെ പ്രേയേഴ്സ് ഒക്കെ നടത്താറുണ്ട് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരും അല്ലേ.
അതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോ പേഴ്സൺ ഷാൾ ബി കമ്പൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവരുടെ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാം. പക്ഷേ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടില്ല? ആ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നതിന് കമ്പൽ ചെയ്യാൻ പാടില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ പറഞ്ഞത് എന്താണെന്നുള്ളത്? ഫുള്ളി ഗവൺമെന്റ് ഫണ്ടഡ് ആണെങ്കിൽ ഒരു റിലീജിയസ് ആക്ടിവിറ്റീസും പാടില്ല. ഇനി എയ്ഡഡ് സ്കൂളോ കോളേജോ ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് അവരുടേതായിട്ടുള്ള റിലീജിയസ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താം. പക്ഷെ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യാൻ പാടില്ല? വിദ്യാർത്ഥി ഓർ ടീച്ചേഴ്സ് ആരെ എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ ഇൻവോൾവ് ആവാൻ വേണ്ടി കമ്പൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് തരാം. ഞാനത് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. നിങ്ങൾ അത് എഴുതിയെടുത്ത് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. അല്ലാതെ ഇത് നീട്ടി പിടിച്ചൊന്നും പഠിക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇടാം. നിങ്ങളത് എഴുതിയെടുത്തോ, കമന്റ് ബോക്സിൽ ഇടാം. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയേ. 25 പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. 26 manage religious affairs. 27 not acts for religion. 28 no forced religious education. ക്ലിയർ ആയോ? ഇത്രയും പഠിച്ചാൽ മതി. ഈ സിമ്പിൾ ആയിട്ട് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾ കൂടുതൽ ഇത് വായിച്ചു വിട്ടാൽ മാത്രം മതി. ബാക്കി നോട്ടിലുള്ളത് ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഇത് എളുപ്പമായില്ലേ? ഇപ്പം 25, 26, 27, 28 ഓക്കെ ആയില്ലേ? എളുപ്പമായില്ലേ? ഇതൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇത് പഠിച്ചു വെച്ചേക്കാം. ഇത് നമുക്ക് അടുത്ത ഫണ്ടമെന്റൽ റൈറ്റിലോട്ട് പോകാം. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് അല്ലെ? ആർട്ടിക്കിൾ 29 and 30 ആണ് പറയുന്നത്. ആർട്ടിക്കിൾ 29 and 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താ നോക്കാം. 29 പറയുന്നത് നമ്മുടെ മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി. ഇപ്പൊ എന്താണ് നമ്മുടെ സിറ്റിസൺസിന് എന്താണ് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജോ അവരുടെ സ്ക്രിപ്റ്റോ അവരുടെ കൾച്ചറിന്റെയോ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനമൊന്നും നടത്താൻ പാടില്ല. ഇല്ലെങ്കിൽ എന്താണ്, ഏതൊരു വ്യക്തിക്കും ക്വാളിഫൈഡ് ആണ് എങ്കിൽ ഒരു വ്യക്തിയുടെ ഭാഷയോ സ്ക്രിപ്റ്റോ കൾച്ചറോ ഒന്നും അഡ്മിഷൻ കൊടുക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ആർട്ടിക്കിൾ 30 പറയുന്നത് മൈനോറിറ്റി വിഭാഗങ്ങൾ ഉണ്ടല്ലോ. ഏതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? എന്താ മൈനോറിറ്റീസ് എന്ന് വെച്ചാല്? in terms of population they are less in numbers അല്ലെ? അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ മൈനോറിറ്റി മെജോറിറ്റി പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഉള്ള പോപ്പുലേഷൻ അവരെയാണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ കുറെ മൈനോറിറ്റീസ് ഉണ്ട് അല്ലെ? അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പാഴ്സീസ് ഉണ്ട്, സിഖ്സ് ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള മൈനോറിറ്റീസിന് എന്ത് ചെയ്യാം? നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ലാംഗ്വേജിന്റെയോ സ്ക്രിപ്റ്റിന്റെയോ കൾച്ചറിന്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തേതായിട്ട് പറയുന്നത്. അപ്പൊ 30ക്ക് 2 പ്രൊവിഷൻസ് ആണുള്ളത്. ഒന്ന്, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാനുള്ള റൈറ്റ്. രണ്ടാമത്തേത്
ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എയ്ഡ്സ് കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാൻ പാടില്ല. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ലാസ്റ്റ് വൺ ആണ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ആർട്ടിക്കിൾ 32-ൽ നമ്മൾ എന്താ പറയുന്നത്, റിട്സുകളെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. അതായത് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും നടപ്പിലാക്കാതെ വരുന്നുണ്ട് എങ്കിൽ അതിനുള്ള റെമഡീസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 32-ൽ പറയുന്നത്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് കറക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി എന്താ ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമുക്ക് എന്താണ് ഡ്യൂറിങ് എമർജൻസിയിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കേസുകളിൽ നമ്മളിത് സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് നമ്മൾ എമർജൻസിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആർട്ടിക്കിൾ 32-നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ദ വെരി സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിനെയാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ആർട്ടിക്കിൾ 32-നെയാണ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 5 റിട്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. സോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? റിട്സ് ഒക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ഫോറിനേഴ്സ് ആൻഡ് സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ചിലത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതാണ്, ചിലത് ഫോറിനേഴ്സിനും സിറ്റിസൺസിനും ഒരുപോലെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഫോറിനേഴ്സിന് മാത്രമുള്ളത്, ഏതൊക്കെയാണ് രണ്ടു കൂട്ടർക്കുള്ളത്, ഏതൊക്കെയാണ് സിറ്റിസൺസിന് മാത്രം ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇത് ചോദിക്കും കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചു വെക്കുക. രണ്ടും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചു വെക്കുക. എനിക്ക് തോന്നുന്നു സിറ്റിസൺസിന് മാത്രം ഉള്ളത് പഠിച്ചു വെക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അതാണ് കുറച്ചുകൂടെ കുറവുള്ളത്. അപ്പൊ പിന്നെ അതായിരിക്കും ഒന്നുകൂടെ പഠിക്കാൻ എളുപ്പം തോന്നും. അത് പഠിച്ചു വെക്കുക. അപ്പൊ ബാക്കിയുള്ളതെല്ലാം രണ്ടു കൂട്ടർക്കും ഉള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് സിറ്റിസൺസിന് മാത്രം ഉള്ളത്? നമ്മുടെ ആർട്ടിക്കിൾ 15, അതായത് ആർട്ടിക്കിൾ 15-നകത്ത് എന്താണ് പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ കാര്യം. ദെൻ ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ക്ലിയർ ആയോ? ഇത്രയുമാണ് സിറ്റിസൺസിന് മാത്രമുള്ളത്. പഠിക്കാൻ എളുപ്പം. 15ഉം 16ഉം, പിന്നെ 19, 29, 30. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ പഠിക്കാൻ? എളുപ്പമല്ലേ പഠിക്കാൻ? 15, 16, പിന്നെ 19, പിന്നെ 29, 30. ഓക്കെ ആണോ? 5 എണ്ണം. ഓക്കെ അല്ലേ? ബാക്കിയുള്ളതെല്ലാം രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആയോ? സിറ്റിസൺസിന് മാത്രമുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ബാക്കിയുള്ളതെല്ലാം ബാക്കി രണ്ടു കൂട്ടർക്കും ഉള്ളതാണെന്ന് നമുക്ക് പറയാം. എളുപ്പമല്ലേ പഠിക്കാൻ? 15, 16, 19, 29, 30. അതായത് ആദ്യത്തെ രണ്ടെണ്ണവും ലാസ്റ്റത്തെ രണ്ടെണ്ണവും അടുത്തടുത്തുള്ളതാണ്. നടുക്കത്തേത് 19 എന്നുള്ളതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിങ്ങൾ 15, 16, 19, 29, 30. എളുപ്പമല്ലേ പഠിക്കാൻ? മറ്റേത് പഠിക്കുന്നതിനേക്കാളും എളുപ്പം സിറ്റിസൺസിന് മാത്രമുള്ള പഠിക്കാനല്ലേ. അതൊന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇനി പറയാൻ പോകുന്നുള്ളൂ.
പിന്നെ നമ്മൾ ഏതായിരുന്നു പറഞ്ഞിരുന്നത്? തുടക്കത്തിലെ ഹിസ്റ്റോറിക്കൽ, അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാരിഫൈ ചെയ്ത് വിട്ടതാണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സിലും പ്രിയാമ്പിളിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ് അല്ലെ, എല്ലാവർക്കും ഓക്കെ ആണോ? അടുത്ത നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. ഞാൻ അടുത്ത ഫയൽ ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ ആണല്ലോ? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഇപ്പോഴും കാണുന്നില്ല. സ്ക്രീൻ ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണല്ലോ അല്ലേ കാണുന്നത്? ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ? എന്താ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ? സം ഡയറക്ഷൻസ് ടു ദ ഗവൺമെന്റ് ആണ് അല്ലേ? എ സെറ്റ് ഓഫ് ഡയറക്ഷൻസ് ആണ് അല്ലെ? സം ഡയറക്ഷൻസ് ടു ദ ഗവൺമെന്റ് ആണ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒന്നുകൂടി നല്ലൊരു സ്റ്റേറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് സഹായകരമാകും എന്ന്. പക്ഷെ ഇത് ജസ്റ്റിഷ്യബിൾ അല്ല അല്ലെ? ടു ദ ഗവൺമെന്റ് ഗിവൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. അതായത് ഗവൺമെന്റിനുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് അല്ലെ? ഇതൊക്കെ ചെയ്താൽ സ്റ്റേറ്റിനെ ഒന്നുകൂടെ നന്നാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇത് ജസ്റ്റിഷ്യബിൾ അല്ല. കോടതി മുഖേന ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. സം കൈൻഡ് ഓഫ് ഡയറക്ഷൻസ് ആണ് അല്ലെ? വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കേട്ടോ. ഇത് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1937 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ പഠിക്കാത്തൊരു കാര്യമുണ്ട്. ഈ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അവർ ചൂസ് ചെയ്ത് എവിടെ നിന്നാണ്? അവർ ചൂസ് ചെയ്തത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓർത്ത് വെച്ചേക്കണം, അയർലൻഡ് അത് കടമെടുത്തത് ഫ്രം സ്പെയിനിൽ നിന്നാണ് അല്ലെ? സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അയർലൻഡ് അത് കടമെടുത്തത്. നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി പാർട്ട് 4-ൽ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 36 മുതൽ 51 വരെയുള്ള കാര്യങ്ങളിലാണ്. ഇനി ഇതിന്റെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം അല്ലെ? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനെ സിമിലാരിറ്റി ഉള്ള ഒരു കാര്യമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതിൽ ഡയറക്റ്റീവ്സ് എന്നായിരുന്നില്ല ആഡ് ചെയ്തിരുന്നത്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നായിരുന്നു. അതിനോട് സിമിലാരിറ്റി ഉള്ള ഒരു പോർഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്? ഏതൊക്കെയാണ് 3 ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയാണ് 3 ക്ലാസിഫിക്കേഷൻ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ പൊതുവെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെ 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്? സം കൈൻഡ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ? ഏതൊക്കെ പ്രിൻസിപ്പിൾസാ? ഏതൊക്കെ പ്രിൻസിപ്പിൾസാ? ഒന്ന് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്, രണ്ടാമത്തേത്
ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. മൂന്നാമത്തേത് ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിൾ ഇതിന്റെ ആദ്യമേ പറയാം, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ആർട്ടിക്കിൾ വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നിങ്ങൾ ആർട്ടിക്കിൾ പഠിച്ചേ പറ്റൂ. ഷോർട്ട് കട്ട് വെച്ച് പഠിക്കുക, പക്ഷെ പഠിച്ചേ പറ്റത്തുള്ളൂ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ്. പിന്നെ ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി പറയേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആർട്ടിക്കിൾ 38 ആൻഡ് 39 പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 42nd അമെൻമെന്റ് ആക്ടില് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ 3 പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 39A, then 43A, then 48A. ഈ 3 പ്രൊവിഷൻസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് 42nd അമെൻമെന്റ് ആക്ട് ഓഫ് 1976 വഴിയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ ആർട്ടിക്കിളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത് 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38-നകത്ത് എന്താണ് പറയുന്നത്? പറയുന്ന സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ ജസ്റ്റിസ് ആൻഡ് ടു മിനിമൈസ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം, സ്റ്റേറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി ഉറപ്പാക്കുക. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ, അതായത് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലോ സ്റ്റേറ്റസിന്റെ അടിസ്ഥാനത്തിലോ ഫെസിലിറ്റീസിന്റെ അടിസ്ഥാനത്തിലോ ഓപ്പർച്യൂണിറ്റീസിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഇക്വാളിറ്റീസ് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അസമത്വം ഉണ്ടാകാൻ പാടില്ല. ഇനി ആർട്ടിക്കിൾ 39 പറയുന്നത്, ഇതില് നമുക്കൊരു സെക്യൂറിംഗ് ഇക്കണോമിക് ജസ്റ്റിസ് ആണ് കേട്ടോ പറയുന്നത്. ഇതില് ചില കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ് ചോദിക്കുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39 ഭാഗമാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ലൈവ്ലിഹുഡ്, എല്ലാവർക്കും എന്താണ് ഉപജീവനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് യൂത്ത്, കുട്ടികൾക്ക് എന്താണ് കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത് ഇതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതാണ് നോർമലി മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39 ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39A നമ്മൾ ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഏതെങ്കിലും ഒക്കെ ഒരു കേസിൽ അകപ്പെട്ട് ഒരു വ്യക്തി കസ്റ്റഡിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ വ്യക്തി വളരെ പുവർ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വക്കീലിനെ ഒന്നും വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ്, ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലീഗൽ എയ്ഡ് കൊടുക്കും അല്ലെ? നിങ്ങൾ കേട്ടിട്ടില്ലേ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഉണ്ടോ? പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഫ്രീ ലീഗൽ എയ്ഡ് ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 39. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉണ്ടായിരുന്നില്ല. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 40. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് അല്ലെ, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഞാൻ ഇപ്പോഴും പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് വട്ടം ആർട്ടിക്കിൾസ് ഇതിനുള്ളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി 41 പറയുന്ന റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സം കേസസ്. റൈറ്റ് ടു വർക്കിനെ കുറിച്ചാണ് അല്ലെ പറയുന്നത്. പിന്നെ 42 പറയുന്ന ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. 43 ലിവിംഗ് വേജ് ഫോർ വർക്കേഴ്സ്. ദെൻ 43A ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ്, ഇത് പറയുന്ന 43A ഇത് ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 44, യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണുള്ളത്. ഏതാണ് യൂണിഫോം സിവിൽ കോഡ് നിലനിൽക്കുന്ന സ്റ്റേറ്റ്? ഏതാ ഇന്ത്യയിലെ? ഏതാണ് ഇന്ത്യയിലെ യൂണിഫോം സിവിൽ കോഡ് നിലനിൽക്കുന്ന സ്റ്റേറ്റ്?
ഇന്ത്യയിൽ ആകെ ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രമേ ഇതുവരെയും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ളൂ. ഉത്തരാഖണ്ഡ് ആണോ? ഉത്തരാഖണ്ഡ് അല്ല. ഉത്തരാഖണ്ഡ് അല്ല കേട്ടോ. ഉത്തരാഖണ്ഡ് അല്ല, ഗോവയാണ്. വെരി ഗുഡ്, ഗോവയാണ്. ഗോവയിൽ മാത്രമാണ് ഇപ്പം യൂണിഫോം സിവിൽ കോഡ് നിലനിൽക്കുന്ന ഇന്ത്യയിൽ കേട്ടോ. പിന്നെ 45 ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ആണ്. ദെൻ 46 എഡ്യൂക്കേഷൻ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC, ST ആൻഡ് വീക്കർ സെക്ഷൻസ്. 47 സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ഹെൽത്ത്. 48 അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. 48A ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഇത് 42nd അമെന്റ്മെന്റ് വഴി കൂട്ടിച്ചേർത്തതാണ്. 49 പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെന്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദി എക്സിക്യൂട്ടീവ്. 51 പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ഓരോ ആർട്ടിക്കിളും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടിയാണുള്ളത്, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസാ ഉള്ളേ? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 11 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ല, 10 എണ്ണവേ ഉള്ളൂ. ഇനി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസേ ഉണ്ടായിരുന്നോ? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ 10 ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് 11ാമത്തേത് ആഡ് ചെയ്തത്. സോ അത് ഓർത്ത് വെക്കുക. 51A പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 42nd അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 വഴിയാണ് ആഡ് ചെയ്തത്. സൊറൻസിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വഴിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തിരിക്കുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ്. അത് 93rd അമെന്റ്മെന്റ് ബില്ലാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 93rd അമെന്റ്മെന്റ് ബില്ലാണ്. പിന്നെ ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ. ഇതിന്റെ ഓർഡർ പഠിച്ചു വെക്കണം. ഇതിന്റെ ഓർഡർ ചോദിക്കാറുണ്ട്. സോ ഓർഡർ പഠിച്ചു വെക്കണം. ഓർഡർ മാറ്റി നിങ്ങൾ പഠിക്കാൻ പാടില്ല കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ദി ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം. അപ്പൊ എന്താണ്? നമ്മൾ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, പിന്നെ നമുക്ക് എല്ലാ ഇങ്ങനെയുള്ള നമ്മുടെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം എന്നുള്ളതാണ് അല്ലെ. ഭരണഘടനയെ മാനിക്കുക, അതുപോലെ ദേശീയ പതാകയും ദേശീയ ഗാനവും ഒക്കെ ആദരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. രണ്ടാമത് ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് ദ നാഷണൽ സ്ട്രഗിൾ, ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങളൊക്കെ പിന്തുടരുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ പരമാധികാര ഐക്യമുള്ള അല്ലെങ്കിൽ അഖണ്ഡതയും ഐക്യവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിർത്തുന്നതിനുള്ള നോബിൾ ഐഡിയൽസ് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വന്ന ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും ഒക്കെ സൂക്ഷിക്കുക. ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. അതായത് ആവശ്യമായ ഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിനെ എന്ത് ചെയ്യാം? രക്ഷിക്കുക അല്ലെ, ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കുക അല്ലെ. പിന്നെ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു എന്താണ് ഐക്യം, അല്ലെങ്കിൽ എന്താണ് സമാധാനവും സൗഹൃദവും ഒക്കെ എന്ത് ചെയ്യുക? സാഹോദര്യവും ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക. ഇതിനടുത്ത് ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്. വനമേഖല ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രകൃതി സോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ്
റിഫോം, നമ്മുടെ ശാസ്ത്രീയ മനോഭാവമൊക്കെ വളർത്തിയെടുക്കുക. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്സർവ് വയലൻസ്, പൊതുസ്വത്ത് സംരക്ഷിക്കുക, വയലൻസിനെതിരായിട്ട് നമ്മൾ നിലനിൽക്കുക. ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ്, അതായത് എല്ലാ മേഖലയിലുമുള്ള എക്സലൻസിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഒപ്പം തന്നെ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അത് പേരൻസിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്തെന്നും പറഞ്ഞ് ലീഗൽ സാങ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, കേസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു സം കൈൻഡ് ഓഫ് മോറൽ ഡ്യൂട്ടീസ് ആണ് അല്ലെ. അതായത് നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ധാർമ്മിക മൂല്യങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? കുറച്ച് സ്പീഡിൽ പോവാണേ. ഓക്കെ, ഇനി ഞാൻ ഒരു പോർഷൻ കൂടെ എടുത്ത് തീർക്കട്ടെ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പെട്ടെന്ന് തീരും. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ, എന്നിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എടുക്കാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, നിങ്ങൾ നോട്ട് തന്നെ പഠിച്ചു മടുത്തില്ലേ? അതിനൊരു 5 minutes ആവശ്യം ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്വസ്റ്റ്യൻസ് എടുക്കാന്ന് വിചാരിച്ചത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു 10 minutes കാര്യമുള്ളൂ കേട്ടോ. കാണാവോ? സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കാണാവോ? നോട്ട് ക്ലിയർ. ഇപ്പോഴും ക്ലിയർ ആയില്ല? ക്ലിയർ ആയോ? ഒരു 2 seconds ഒക്കെ വെയിറ്റ് ചെയ്താൽ മതിയാവും. ഒട്ടും ക്ലിയർ ആയില്ല? ഞാൻ ഒന്നുകൂടെ എന്നാ ചെയ്യാവേ. ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോഴും കാണുന്നേ ഇല്ല, സ്ക്രീനെ കാണുന്നില്ല. ക്ലിയർ ഇല്ല. ഓക്കെ, ഞാൻ എന്നാ ക്വസ്റ്റ്യൻ വായിക്കട്ടെ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡയറക്ട്സ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിളിലാണ് സ്റ്റേറ്റിനോട് നമ്മുടെ എൻവയോൺമെന്റും ഫോറസ്റ്റും വൈൽഡ് ലൈഫും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 44A, ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 49A. ഏതാണ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞോ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? 43A ആണോ, 44A ആണോ, 48A ആണോ, 49A ആണോ? നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. ഏതാ? 43A, 44A, 48A, 49A. ഏതിലാണ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? 48A ആണ് അല്ലെ? കറക്റ്റ് ആൻസർ ആണ്. 48A ആണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. 48A ആണ് ആൻസർ. അടുത്ത, ഐഡന്റിഫൈ ദ റോങ്ലി മാച്ച്ഡ് പെയർ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ആർട്ടിക്കിൾസും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വിട്ടുപോയേക്കരുതേ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ആർട്ടിക്കിൾ 40. പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ്, ആർട്ടിക്കിൾ 48. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ആർട്ടിക്കിൾ 43. സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ഫ്രം ജുഡീഷ്യറി, ആർട്ടിക്കിൾ 50. ഓക്കെ, ഇതിലേതാ ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബി. ഓക്കെ, ബി ആണ് അല്ലേ ആൻസർ? ബി ആണ് ആൻസർ കേട്ടോ. ബി ആണ് ആൻസർ. അടുത്ത സി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. The directive principle which was not originally provided for in the Constitution of India.
ഇതിലെ ഏത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന് ഇല്ലാതിരുന്നത്? റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ഫ്രീ ലീഗൽ എയ്ഡ്, free and compulsory education to children under 14 years of age, prohibition of the slaughter of cows. ഏതാണ് ഇല്ലാതിരുന്നത്? റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആണോ, ഫ്രീ ലീഗൽ എയ്ഡ് ആണോ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ അണ്ടർ 14 years of age ആണോ, പ്രൊഹിബിഷൻ ഓഫ് ദി സ്ലോട്ടർ ഓഫ് കൗസ് ആണോ? ഏതാണ് ആൻസർ? സി അല്ല, ആൻസർ ബി ആണ്. ഫ്രീ ലീഗൽ എയ്ഡ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഫ്രീ ലീഗൽ എയ്ഡ് കൊണ്ടുവന്നത്, 38A കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ആക്ച്വലി ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ അണ്ടർ 14 years of age എന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ എന്നുള്ളൊരു പേരിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ആ ഒരു പ്രൊവിഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രീ ലീഗൽ എയ്ഡ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി കൊണ്ടുവന്നാണ് കേട്ടോ. അടുത്ത് നോക്കി, ദ ഫൗണ്ടേഷൻ ഫോർ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ് ലെയ്ഡ് ബൈ ദ, നമ്മുടെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് അല്ലെ. ദ ഫൗണ്ടേഷൻ ഫോർ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ വാസ് ലെയ്ഡ് ബൈ ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. ഇതിലേതാണ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റിന് തുടക്കം കുറിച്ചത്? റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റിന് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യക്കാരെ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഏത് ആക്ട് വഴിയാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത്? ശരിക്കും റെപ്രസെന്റേറ്റീവ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല ചോദ്യം, ഫൗണ്ടേഷൻ തുടക്കം എവിടെയായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണോ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1909 ആണോ? ഏതാണ് ആൻസർ? ഏതാ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഇതിന്റെ ആൻസർ ആയിട്ട് ഏതാ വരിക? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892 ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ്, ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയേക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് വൺ പാർട്ടി ബോഡി ഇൻ ആൻ എസെൻഷ്യലി വൺ പാർട്ടി കൺട്രി. ദ അസംബ്ലി വാസ് ദ കോൺഗ്രസ് ആൻഡ് ദ കോൺഗ്രസ് വാസ് ഇന്ത്യ. ഇത് ആര് പറഞ്ഞ സെന്റൻസ് ആണ് എന്നാണ് ചോദ്യം. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അൾട്ടിമേറ്റ്ലി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചത് ആരാണ്? ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണോ, മോറിസ് ജോൺസ് ആണോ, അലക്സാൻഡ്രോവിറ്റ്സ് ആണോ, KC വെയർ ആണോ? ആരാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് കാണും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഫുള്ള് കാണാതെ പഠിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. സോ മാക്സിമം ഗസ് വർക്കിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആരാണ് ആൻസർ? ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ കാണാവോ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, ആൻസർ എന്താ? ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണോ? സൂം ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണോ, മോറിസ് ജോൺസ് ആണോ, അലക്സാൻഡ്രോവിറ്റ്സ് ആണോ, KC വെയർ ആണോ? ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ജസ്റ്റ് ഒരു ഗസ് വർക്ക് ചെയ്തോ. ഓപ്ഷൻ എ ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ, ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് ആൻസർ കേട്ടോ. ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത്, ദ ഓഫീസ് ഓഫ് കളക്ടർ ഇൻ ഇന്ത്യ വാസ് ക്രിയേറ്റഡ് ബൈ ലോർഡ് കേഴ്സൺ, വാരൻ ഹേസ്റ്റിംഗ്സ്, ലോർഡ് ഡെൽഹൌസി, വില്യം ബെന്റിക്. ആരാണ് ഓഫീസ് ഓഫ് കളക്ടർ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തത്? ഓഫീസ് ഓഫ് കളക്ടർ ഇൻ ഇന്ത്യ വാസ് ക്രിയേറ്റഡ് ബൈ ലോർഡ് കേഴ്സൺ, വാരൻ ഹേസ്റ്റിംഗ്സ്, ലോർഡ് ഡെൽഹൌസി, വില്യം ബെന്റിക്. ആരായിരിക്കും? വാരൻ ഹേസ്റ്റിംഗ്സ് ആണ് അല്ലെ. കറക്റ്റ് ആൻസർ ആണ്, വാരൻ ഹേസ്റ്റിംഗ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഈ PYQ എല്ലാം പഠിച്ചോണം കേട്ടോ, കാരണം സെറ്റിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് PYQവിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് എല്ലാം നോക്കിക്കോണം. അടുത്ത, വിച്ച് ബ്രിട്ടീഷ് ആക്ട് ഈസ് നോൺ ആസ് ദ ആക്ട് ഫോർ ദി ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ? ഗുഡ് ഗവേണൻസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1861, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏതാണ്?
ഓപ്ഷൻ ഡി പറയുന്നു. ഡി അല്ല കേട്ടോ, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ്. നിങ്ങൾ ഓർത്താൽ മതി, ഗുഡ് ഗവേണൻസ്, നല്ലൊരു ഭരണം. അപ്പൊ മോശം ഭരണം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നല്ല ഭരണം വേണ്ടത്. ആരായിരിക്കും ഇവിടെ മോശം ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത്? മോശം ഭരണം കാഴ്ചവെച്ചത് ആരായിരിക്കും അപ്പൊ ഇവിടെ? മുഗൾസ് അല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ മോശം ഭരണം കാഴ്ചവെച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? 1857 റിവോൾട്ടിന് ശേഷം ക്യൂൻ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഓക്കെ, അപ്പൊ ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് അപ്പൊ ഏതായിരിക്കും? ആ 1857 റിവോൾട്ട് കഴിഞ്ഞ് ആദ്യം വരുന്ന ആക്ട് ആയിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇവിടെ മോശം ഭരണമായിരുന്നു, അപ്പൊ ഗുഡ് ഭരണം വേണം. അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും? 1858 ആക്ട് ആയിരിക്കും. ഒരു റൂൾ ചേഞ്ച് വരുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ലോജിക്കലി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എന്താണെങ്കിലും കറക്റ്റ് ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ആക്ട് വിച്ച് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നതിനുള്ള ഫസ്റ്റ് ആക്ട് ഏതാണ്? അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പഠിച്ചപ്പോൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതായിരിക്കുമല്ലോ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഏത് ആക്ട് ആയിരിക്കും? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. റെഗുലേറ്റിംഗ് ആക്ട് ആണ് അല്ലെ? കറക്റ്റ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള ആക്ട്. ഇനി അടുത്തത്, ദ ഫസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ബൈ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് എപ്പോഴാണ്, ഇല്ലെങ്കിൽ ഏത് ആക്ടിലൂടെയാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1909 ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണോ? ഇവിടെ നിങ്ങൾ തെറ്റിക്കാനുള്ള ഒരു ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. ഓക്കെ, ഏതാണ്? 1773, 1909, 1919, 1935 ഏതാണ്? 1919 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അതായത് 1922 ഫസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോയിന്റഡ് ആവുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ഫസ്റ്റ് സിവിൽ സർവന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെയാണ്. അത് 1922 1922 അതിന് മുന്നേ വരുന്ന ആക്ട് ഏതാണ്? 1919 ആക്ട് ആണ് കേട്ടോ. 1935 പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് UPSC ആയിട്ട് മാറുന്നതാണ്. 1935 എന്ന് പറഞ്ഞ ഫെഡറൽ സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴുള്ള അതിനെക്കുറിച്ച് പറയുന്നതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഓക്കെ, 1919 ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ് ഫസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ബാക്കി നമുക്ക് പതിയെ മോക്ക് ടെസ്റ്റിലൊക്കെ ഇല്ല PYQ അനാലിസിസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? യൂണിറ്റ് 1 ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ? ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൂടിയേ നമുക്ക് പഠിക്കാനുള്ളൂ യൂണിറ്റ് 1. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.